തഞ്ചാവൂർ ഭരതനാട്യം ജന്മം കൊണ്ട നാട്. വിവിധ കലകളുടെയും പ്രസിദ്ധമായ ഒരുപാട് ക്ഷേത്രങ്ങളുടെയും നഗരം. തഞ്ചാവൂരിൻ്റെ ഹൃദയഭാഗത്ത് 4 നൂറ്റാണ്ടുകൾ അതിജീവിച്ച ഒരു കൊട്ടാരമുണ്ട്. പണ്ടുകാലത്ത് ശിവഗംഗൈ കോട്ടയെന്നറിയപ്പെട്ടിരുന്ന തഞ്ചാവൂർ മറാത്ത പാലസ്. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മറാത്ത പാലസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. തഞ്ചാവൂരെത്തി പാലസ് കാണാൻ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയൊരു സ്ഥലമാണിത്. ഫുഡ് പാലസ് എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. നമ്മുടെ തഞ്ചാവൂർ പാലസിലേക്ക് നടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കാണാം. മലയാളത്തിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തഞ്ചാവൂർ യാത്രയുടെ 3ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം, കാണാൻ മറക്കണ്ട. കഴിഞ്ഞ 2 വീഡിയോയിലുള്ളത് ഒന്ന് നമ്മുടെ തഞ്ചാവൂരിലെ ഫേമസ് ആയിട്ടുള്ള ബൃഹദേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ കാഴ്ചകളും, അതുപോലെ ഒരു രാജാലി എന്ന് പറഞ്ഞ ഒരു ബേർഡ്സ് പാർക്കുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ബേർഡ്സ് പാർക്കിനകത്തുള്ളത്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കഴിഞ്ഞ 2 വീഡിയോസിലുള്ളത് കേട്ടോ. ഇത് നമ്മൾ തഞ്ചാവൂർ പാലസ് കാണാൻ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. പാലസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇവിടെയും. അതിൻ്റെ പണികളൊക്കെ നടക്കുന്നൊരു ഭാഗമായിട്ട് കാണാം. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് നമ്മുടെ തഞ്ചാവൂർ ബൊമ്മയാണ്, ഡാൻസിങ് ബൊമ്മ എന്ന് പറയും. തഞ്ചാവൂർ വരുമ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണിത്. അതിൻ്റെ ഒരു വലിയ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം നടക്കുമ്പോഴത്തേക്ക് നമുക്കിത് തഞ്ചാവൂർ പാലസിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇതാണ് തഞ്ചാവൂർ പാലസ് കോംപ്ലക്സിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. ഈ ഒരു പാലസിൻ്റെ എൻട്രൻസിൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് 2 സൈഡിലായിട്ട് കണ്ടോ, ഗേറ്റിൻ്റെ 2 സൈഡിലായിട്ട് വലിയ 2 ആനകളുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗേറ്റ് കടന്ന അകത്തേക്ക് വരുമ്പോഴത്തേക്കും 2 സൈഡിലും മതിലുകളിൽ വളരെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ രാജഭരണ കാലത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ ഏകദേശമൊക്കെ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. കൂടുതലും പഴയ കലാരൂപങ്ങളാണ് ഈ ചിത്രത്തിലൂടെ ഇവിടെ വരച്ചിട്ടുള്ളത്. എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമ്മുടെ ഈ ഒരു പാലസിൻ്റെ എൻട്രൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പാലസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു പെട്ടിക്കടയാണെന്ന് തോന്നിയെങ്കിലും അടുത്ത് വന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് വരുന്നവർ ഇത് കാണുമ്പം ടിക്കറ്റ് കൗണ്ടർ ആണെന്ന് മനസ്സിലാകാൻ ചാൻസ് ഇല്ല. ഞാനും ആദ്യം ഇത് പാസ് ചെയ്ത് പോയിട്ട് തിരിച്ച് വന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് റേറ്റുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അഡൽസിന് 50 രൂപ, ചിൽഡ്രൻസിന് 20 രൂപ, ക്യാമറ ആൻഡ് സെൽ എന്ന് പറഞ്ഞൊരു 50 രൂപയും വീഡിയോയ്ക്ക് 150 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് സ്പെഷ്യൽ ചാർജസ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. 50 രൂപ കൊടുത്താണ് ഞാനൊരു ടിക്കറ്റ് എടുത്തത് കേട്ടോ. ടിക്കറ്റ് എടുത്തപ്പോൾ എന്തിനൊക്കെയുള്ള ടിക്കറ്റാണെന്ന് ഏകദേശം പുള്ളി നമുക്കൊരു ഐഡിയ പറഞ്ഞു തന്നു കേട്ടോ. അകത്തേക്ക് കയറിപ്പോണ്ട വഴിയും കാര്യങ്ങളൊക്കെ. ഈ ഒരു സാധനം കണ്ടു, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പണ്ട് കാലത്ത് പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് ഇത്. ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിനകത്ത് ഈ പുള്ളി ഇതിങ്ങനെ വെച്ച് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് വരുമ്പം കാണുന്ന ആദ്യത്തെ ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് കേട്ടോ. പക്ഷേ ഇത് കണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല, ഒരു പാലസിൻ്റെ ഒരു വലിയൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ, ഒരു അട്രാക്ഷൻ ഒന്നും തോന്നുന്നില്ല ഇവിടെ വന്നിട്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പഴയ ഒരു ബിൽഡിംഗ് ആയതുകൊണ്ടാണോ അതോ ഒരു പഴമയെ നിലനിർത്താൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ? മെയിൻ്റെനൻസ് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ പണികളൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ആകെ മൊത്തത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കേട്ടോ. എന്തായാലും ആ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ലൈബ്രറിയുടെ ഒരു എൻട്രൻസ് നമുക്ക് കാണാം. അവിടെ അത്യാവശ്യം കൊത്തുപണികളൊക്കെ വെച്ചിട്ട് നല്ല ഡിസൈനിങ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. സരസ്വതി മഹൽ എന്നാണ് ഈ ലൈബ്രറിയുടെ പേര്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറികളിൽ ഒന്നാണ് ഈ സരസ്വതി മഹൽ ലൈബ്രറി. വ്യത്യസ്ത ഭാഷകളിലുള്ള അപൂർവ ഇനം താളിയോല ഗ്രന്ഥങ്ങളുടെ കളക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ കേട്ടോ. അതുപോലെ തന്നെ പഴയതും പുതിയതുമായ പല ഭാഷകളിലുള്ള പുസ്തകങ്ങളുടെ കളക്ഷൻ നമുക്കിവിടെ കാണാൻ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിരവധി ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ നമ്മുടെ തഞ്ചാവൂർ ബൊമ്മകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കേട്ടോ. ഈ കാണുന്നതാണ് ആർട്ട് ഗാലറിയിലേക്കുള്ളൊരു എൻട്രൻസ് കേട്ടോ. ഒരു പ്രവേശന കവാടം. ഇത് എത്ര മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടും മനോഹരമായിട്ടും തോന്നിയൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ആ ഒരു പ്രവേശന കവാടത്തിൽ ഒരു വാട്ടർഫാളിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായ കൊത്തുപണികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന്. അത് ശരിയായിരുന്നു കേട്ടോ. ഇവിടെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രവേശന കവാടത്തിൻ്റെ പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കയറി വരുന്ന ഭാഗത്തൊക്കെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എന്തൊക്കെയോ അലങ്കോലപ്പെട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നിയത്.
ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാലസും ആർട്ട് ഗാലറിയൊക്കെ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 50 രൂപയ്ക്ക് എടുത്ത ടിക്കറ്റ് ഇവിടെ ഓരോ എൻട്രൻസിലും കൊടുക്കുമ്പോൾ അവർ ഓരോ സീല് ചെയ്ത് തരും. അതനുസരിച്ചാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ആർട്ട് ഗാലറിക്ക് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന പോലുള്ള നിരവധി കല്ലിൽ തീർത്ത പ്രതിമകളെയാണ്. അതായത് നമ്മുടെ പുരാണ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പല കഥാപാത്രങ്ങളുടെയും ദൈവങ്ങളുടെയൊക്കെ രൂപം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ആർട്ട് ഗാലറി കണ്ടതിന് ശേഷം നമ്മളിനി പോകുന്നത്, നമ്മൾ പുറത്തുനിന്ന് വന്നപ്പോൾ കണ്ടായിരുന്നു ഒരു നല്ല ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്. അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. അതിൻ്റെ പേര് ബെൽ ടവർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത്. ഈ ഒരു ബെൽ ടവറിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ തിമിംഗലത്തിൻ്റെ അസ്ഥി അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഈ ഒരു സ്കെൽറ്റൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏകദേശം 60 വർഷത്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ലൈഫുള്ളൊരു ജീവിയാണ് തിമിംഗലം. ഏകദേശം 400 വർഷത്തോളം ഈ ഒരു തിമിംഗലം ജീവിക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ലൈഫിൽ അങ്ങനെ പെട്ടെന്നൊന്നും ഈസി ആയിട്ടൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത്. പക്ഷേ ഇത് കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു കുറവ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റെയർ ആയിട്ടുള്ളൊരു സാധനം, ഈ ഒരു തിമിംഗലത്തിൻ്റെ ഒരു സ്കെൽറ്റൻ കൊണ്ടുവന്ന് ഇതുപോലൊരു കോർണറിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്നവർക്കൊരു വിഷമം ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനെ ഇപ്പോൾ നല്ല രീതിക്ക് പോളിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നേനെ. ഇത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ മേളിലേക്ക് കയറി വന്നപ്പോൾ ഒരു കോർണറിലായിട്ട് പൊടി പിടിച്ച് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത്. പിന്നെ നമുക്കിതിനകത്ത് കാണാനുള്ളത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പൂജാ വെസൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൂജയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും വിളക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതൊന്നും നമുക്കിനി കാണാൻ കിട്ടാത്ത റെയറായിട്ടുള്ള കുറേ കാഴ്ചകളാണ്. അതാണ് ഈ മ്യൂസിയത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നത്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നായക്സ് ദർബാർ ഹാൾ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും ഇവിടെയുള്ള ഓരോ സ്ഥലത്തേക്ക് വരുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇവിടുത്തെ കൊത്തുപണികളാണ് കേട്ടോ. നമ്മളെ ഈ ഒരു ദർബാർ ഹാളിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ചുമരുകളിലൊക്കെ ഉള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ്. വളരെ മനോഹരമായിട്ട്, ഒരുപാട് വർഷത്തെ പഴക്കമുള്ള പണികളാണെങ്കിലും വളരെ മനോഹരമായിട്ട് ഇതിനകത്തൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുണ്ട് അവർ. അടുത്തത് കാണാനുള്ളത് നടരാജ ഹാൾ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകളാണ്. നടരാജ ഹാളിനകത്ത് എന്തൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. കയറി വരുമ്പം തന്നെ നമുക്ക് നടരാജയുടെ പല രൂപങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രൂപങ്ങളൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അടുത്തത് നമുക്ക് കാണാനുള്ളത് നമ്മൾ ലൈഫിൽ പോലും, അതായത് ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ.
അതായത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളും അതുപോലെ പാത്രങ്ങളും എന്താ പറയുന്നത് ഈ വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള സാധനങ്ങളും അങ്ങനെയുള്ള കല്ല് കൊണ്ടുള്ള വീട്ടുപകരണങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത, അതായത് 90s കിഡ്സ് ഒന്നും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ പഴയ ഇപ്പോഴത്തെ സിനിമയ്ക്കകത്തൊക്കെ കാണാം, ബാഹുബലിക്കകത്തൊക്കെ മറ്റേ നമ്മുടെ പെരുമ്പറ മുഴക്കുന്നില്ല, ആ സാധനമാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പാലസിനകത്തേക്കും മ്യൂസിയത്തിനകത്തേക്കും ആർട്ട് ഗാലറിക്കകത്തേക്കും ഒക്കെ ടിക്കറ്റ് എടുത്ത് കയറിയത് നമുക്ക് നഷ്ടമൊന്നുമില്ല. ഒരുപാട് കാണാത്തത്, അതായത് ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തഞ്ചാവൂർ പാലസിൻ്റെ മനോഹരമായ കാഴ്ചകൾ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനി ഇവിടെ ഒരു സിനിമയല്ല, നമ്മുടെ തഞ്ചാവൂരിനെ കുറിച്ചൊരു ഹിസ്റ്റോറിക്കൽ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറയുന്നത് തിയേറ്ററിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ നേരെ തിരിച്ചു പോവാണ്. താങ്ക്